നമ്മൾ ആലപ്പുഴയാണ് നിൽക്കുന്നത്. അപ്പോൾ മണിക്കുട്ട ഇവിടെ പ്രകൃതി കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ഗൈസ്. മണിക്കുട്ട വെയിലത്ത് ഈ സാമാനം ഇട്ടുണ്ടെങ്കിൽ നടക്കാൻ പോലും പറ്റില്ല. തൃശ്ശൂർ പൂരം ഞാൻ ക്ഷീണിച്ചു. ഞങ്ങള് പഴയ ഫ്രണ്ട്സ് ആവും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആണ് ഗൈസ്. ഞങ്ങൾ ഓൾ കേരള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ ആലപ്പുഴ വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴയാണ് നിൽക്കുന്നത്. അപ്പോൾ മണിക്കുട്ട ഇവിടെ പ്രകൃതി കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ഗൈസ്. മണിക്കുട്ട ആലപ്പുഴ ഗൈസ്, ഞങ്ങൾ ഫസ്റ്റ് വന്ന് ആലപ്പുഴ വന്ന് ഗൈസ്. പക്ഷെ ഞങ്ങൾ റീലിൽ കണ്ടത് വേറെ, ഇവിടെ കണ്ടത് വേറെ ഗൈസ്. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ റീലിൽ കണ്ട്. ഇവിടെ വന്നപ്പം അടിച്ച് പൊളിച്ചിട്ടിരിക്കുന്ന വ്യൂ ഗൈസ്. കേട്ടോ, ഇതാണ് അവസ്ഥ. ഇവിടെ റോഡ് പണി നടക്കാണ്. റോഡ് പണി. അവിടെ ഇവിടത്തെ കാഴ്ചകൾ കാണുക ഗൈസ്. കുറച്ചേ ഉള്ളൂ, നോക്കുക കേട്ടോ ഗൈസ്. ഇവിടെ ഫുള്ളും നെൽപ്പാടമാണ്. നെൽപ്പാടം ഫുള്ളും പെയ്ത മഴയ്ക്ക് അങ്ങ് വെള്ളം കയറി കിടക്കുകയാണ് ഗൈസ്. ഫുൾ വെള്ളം. ആറും തോടും അല്ല ഗൈസ്, നെൽപ്പാടമാണ് ഗൈസ്. നെൽപ്പാടം. തോട് ആറില്ല, ഇത് ആറല്ല, ഇത് നെൽപ്പാടം അല്ലേ? നെൽപ്പാടം അല്ലേ? ആലപ്പുഴയിലുള്ളവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അത് എന്തോന്നൊന്ന് കമന്റ് അടിക്കുക. ആരും കാണൂല. 5 വ്യൂ കാണുന്ന 5 പേരും കമന്റ് അടിക്കുക ഗൈസ്, മറക്കാതെ. അപ്പൊ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. 2 വെള്ളപ്പാടങ്ങളുടെ ഇടയിലുള്ള റോട്ടിൽ നിൽക്കുകയാണ് ഗൈസ്. നിങ്ങൾ വെള്ളച്ചാട്ടം കേട്ടിട്ടുണ്ടാവും. വെള്ളപ്പാടം, ഇതാണ് വെള്ളപ്പാടം. ഞങ്ങളപ്പോൾ അങ്ങോട്ട് ചെറിയൊരു വാക്ക് പോവാണ് ഗൈസ്. രാവിലെ ആലപ്പുഴ എത്തിയില്ല. ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ട് അങ്ങ് കയറിയതേ ഉള്ളൂ. ഇനി 20 കിലോമീറ്റർ ഉണ്ട് ആലപ്പുഴയ്ക്ക്. വെറും 20 കിലോമീറ്റർ. അതൊന്നും നമുക്ക് വിഷയമില്ല ഗൈസ്. നമ്മൾ ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഗൈസ്. ഇതിലെന്തേ മാറ്റം ഉണ്ടെങ്കിൽ പറയാം നമുക്ക്. ഞങ്ങൾ കണ്ണൂർ പോണ എപ്പിസോഡ് 1 ഗൈസ്. എന്നിട്ട് പറഞ്ഞ ഓൾ കളർ ട്രിപ്പ്. അതാ ഞാൻ ഇവിടെ തിരുത്തിയിരിക്കുന്നു ഗൈസ്. ഞങ്ങളിതാ നടക്കാണ് ഗൈസ്. രാവിലെ വെറും വൈറ്റില് വാക്കിംഗ് പോവുകയാണ്. ഫോണൊക്കെ വണ്ടിയിരിക്കുന്നു ഗൈസ്. പോയിട്ട് വരുമ്പോൾ സാധനം ഇവിടെ ഉണ്ടാവില്ലെന്ന് അറിയാം. സേഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഇന്ത്യ ആണോ നോക്കാം ഗൈസ്. ഒരു എക്സ്പെരിമെന്റ് ആണ്. പോയിട്ട് വരാൻ വണ്ടി അവിടെ കാണുമോ? ആരുമില്ല. മണിക്കുട്ടൻ തിരിഞ്ഞു നോക്കി പോവാണ് ഗൈസ്. ആരെങ്കിലും പിറകെ നിൽക്കണം. ഗൈസ്, പാടം എന്ന് പറഞ്ഞ്, പക്ഷെ ഇവിടെ മീനുണ്ട് ഗൈസ്. ഒരു മീൻ തുള്ളിച്ചാടിയ ഞാൻ കണ്ടു. ഓ ഗൈസ്, കൊച്ചു മീനുകളുണ്ട് ഗൈസ്. ഇത് പാടമാണ്. ഒരു സൈഡ് നെൽപ്പാടമാണ്, ഒരു സൈഡ് ഒരു ചെറിയൊരു തോട് പോലെ. ആഴമില്ലെന്നാണ് തോന്നുന്നത്, പക്ഷെ കണ്ടിട്ട് ആഴമുണ്ട്. നമുക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഗായ്സ്, ഇത് പുഴയാണ് ഗായ്സ്. ആഴമുള്ള സ്ഥലമാണ്. ആരും ഇവിടെ ഇറങ്ങരുത്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനാരും ഇവിടെ നമ്മൾ താണ്ടെ ഇതിൻ്റെ അടുത്ത് പോകാം. ബാക്ക് വെച്ചു. നേരത്തെ നമ്മളന്ന് വേളങ്കണ്ണി പോയപ്പോൾ തോളിട്ടുണ്ട് പോയത്. അപ്പം ബാക്കിലേക്ക് വെച്ച് കെട്ടി. എന്താ വന്നപ്പോഴും ഇവിടെ വന്നപ്പോഴും കെട്ടിയിട്ടില്ലല്ലോ അതൊന്നും. അപ്പോഴേ കെട്ടിയിട്ടാന്ന്. അപ്പം മുൻകൂട്ടി പോയപ്പോഴേ കെട്ടിക്കൊണ്ട് പോയാണ് കയറും വെച്ച്. പോകാൻ മറ്റേ കവർ എടുത്തോ. അത് മഴയെല്ലാം പോകണേ എടുത്തുക. അതല്ലേ ഈ വെളുപ്പല്ലേ. ഇത്രയും ഗായ്സ്, ഞങ്ങൾ ഇത്രയും സെറ്റപ്പിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തതിന് ഞങ്ങൾ കെട്ടി കിട്ടിയിട്ടുണ്ടോ? എത്ര രൂപ കയറ്? 15 രൂപ കയറ് വെച്ച് ഞങ്ങളത് കെട്ടി ഒതുക്കി. അല്ലെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോകണം. ഇനി ആലപ്പുഴയോട്ട് ഇനി ബൈപ്പാസ് കയറണം, പോകണം. വണ്ടി എടുക്കാം.
ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ബൈക്ക് എടുത്ത് യാത്ര തിരിക്കുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇനി എവിടെയും ചായ കുടിക്കാൻ നിർത്തണം. നോ ചായ കുടി. പോടാ നീ ചായ കുടി. ഗൈസ് വെറും വയറ്റില് രാവിലെ ചായ കുടിക്കാൻ പാടില്ല. എനിക്ക് ചായ വേണം. കാപ്പിടിക്കുള്ള സമയമായില്ല. വെള്ളം വെള്ളം പൊക്കത്തുണ്ട് നിർത്തി. നമ്മളിവിടെ നിന്ന് പോണ് പോകണ്ടല്ല. ഓ ഈ വെള്ളം നീ പറഞ്ഞ വെള്ളം 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 വള്ളം. ഇവിടെ ശരിക്കും മീനുണ്ട്, പക്ഷെ നമുക്ക് മീനൊന്നും കാണാൻ പറ്റില്ല. വെള്ളം കലങ്ങി കിടക്കുന്ന. അവിടെ ഫുള്ള് ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ ശരിക്കും ഹൗസ് ബോട്ട്. നമ്മളിപ്പം ഏകദേശം എറണാകുളം എത്താറായി. ഇവിടെ വരെ പാലത്തിന്റെ പണി അടങ്ങും. ഇതൊക്കെ നേരത്തെ പണി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴേ എറണാകുളത്ത് എത്തായിരുന്നു. കുറെ നേരം നോക്കോ. ശരിക്കും ഇനി എന്നാവോ പണി കഴിഞ്ഞ് തീരുന്നത്. നമ്മളിവിടെ ഹോട്ടലിൽ നിർത്തി ഫുഡൊക്കെ കഴിച്ച് അടുത്ത നമ്മൾ എറണാകുളത്ത് ഏകദേശം എറണാകുളം എത്തി. പിന്നെ വാഷ്റൂമിലൊക്കെ പോയി സെറ്റായി. പോവാ. ഓ ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാവോ? 290 കിലോമീറ്റർ. കറക്റ്റ് ഇപ്പൊ 9:10. 1 മണിക്ക് കണ്ണൂരെത്തും ഞങ്ങൾ. 1 മണിക്ക് നിർത്തിയൊന്നുമില്ല. 1 മണിക്ക് എന്നെ കൊണ്ടെത്തിച്ച നീ 1 മണിക്ക് എന്നെ കൊണ്ടെത്തിച്ച ഫുൾ ചെലവ് ഞാൻ. ഈ റോഡ് ഫുള്ള് പണി അടക്കാൻ കണ്ട. NH-66 പണി അടക്കാണ് ഫുള്ളും. ഇവിടെ നിന്ന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഉണ്ട്. ഏകദേശം കുറെ ഭാഗത്തൊക്കെ ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞു തുറന്നാ കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറെ സ്ഥലത്ത് പണി കഴിയാവുന്നു. പണി കഴിഞ്ഞിട്ടേ ഇല്ല. അപ്പേക്ക് വേണ്ടി വന്നവര് സൂക്ഷിച്ചു വരിക. നമ്മളിപ്പോ എറണാകുളം സിറ്റി കൂടെയാണ് ഇപ്പൊ പോകണം. ഫുള്ളും വേറെ കാണാനൊന്നുമില്ല. കുറെ ഫ്ലാറ്റും അപ്പാർട്ട്മെന്റ് ഇത് മാത്രം കണ്ട. ഇപ്പൊ 9:30 നല്ല വെയിലുണ്ട്. ഇപ്പൊ ഉച്ചയാകുമ്പോ എന്തായാലും തൃശ്ശൂർ കഴിയണം. തൃശ്ശൂർ വഴി പോണോ ഗുരുവായൂർ വഴി പോണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഈ എറണാകുളം വഴി പറഞ്ഞവർക്കെല്ലാം അറിയായിരിക്കും. കുറെ പാലത്തിൽ ഹമ്പൊക്കെ ഉണ്ട്. നോക്കാതെ വന്നില്ലെങ്കിൽ തീ ചാടി പറന്നു. ഇത്ര ദൂരം വന്നൊരു ഉപ്പി വെള്ളം മേടിച്ചാ? ഇത്ര ദൂരം വന്നിട്ട് ഒരു ഉപ്പി വെള്ളം പോലും മേടിച്ചില്ല. അങ്ങോട്ട് കടാണം നിർത്താം. എവിടെ കടാണം നിർത്ത വെള്ളം മേടിക്കണം കേട്ടാ. അങ്ങനെ ഫസ്റ്റ് ടോൾ ബൂത്ത് നമുക്ക് പൈസ കൊടുക്കണ്ട. കയ്യിലായിട്ട് പൈസ കൊടുക്കും.
നമുക്ക് പൈസ വെച്ച് എന്ത് ചെയ്യുള്ളൂ? ഇനി പോകുമ്പോ ഇനി അങ്ങോട്ട് പോകുമ്പോ ഇനി കുറെ സ്റ്റോൾ ബൂത്ത് കാണാം. നമ്മുടെ എറണാകുളത്തിന്റെ ലുലു മോൾ ആണ് നമ്മളെ എറണാകുളത്തിലെ ഇടപ്പള്ളി ജംഗ്ഷനിലാണ്. നമ്മളെ ഇടപ്പള്ളി ലുലു മോളിൽ കയറണോ? നമ്മൾ കുറേ നേരം വണ്ടി ഒഴിച്ച് നമ്മൾ കുറച്ച് തണലുണ്ടപ്പോൾ നിർത്തി. അവൻ ബൈക്ക് ഓടിച്ച് മതി അറിയാതെ നമ്മൾ പിന്നെ വെള്ളം കുടിച്ച് ഇവിടെ നിർത്തും. നമ്മളിനി തൃശ്ശൂരെത്താൻ ഇനി കുറച്ച് 17 കിലോമീറ്റർ ഉള്ളൂ. നമ്മളിപ്പം നെല്ലായി എന്നൊരു സ്ഥലത്താണ് എത്തിയത്. തൃശ്ശൂരിന് 17 കിലോമീറ്ററും കൂടെ എത്തിയാൽ നമ്മൾ ക്ഷീണിച്ച് നല്ല വെയിൽ. അതുകൊണ്ട് പിന്നെ ഇത് ഹൈവേയുടെ സർവീസ് റോഡിലാണ് നമ്മൾ നിർത്തിയത് നമ്മൾ ബൈക്ക്. അപ്പോൾ ഇനിയും ഉണ്ട്. ഇനി തൃശ്ശൂരിന് 17 കിലോമീറ്ററും അത് കഴിഞ്ഞ് വീണ്ടും പോകണം. തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. തൃശ്ശൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാം ഉച്ചയ്ക്കുള്ള. കുറച്ച് നേരത്തിലെ കാപ്പി പിടിച്ച ഒട്ടിക്കപ്പെട്ട രക്ഷയില്ല. അത് ഇറങ്ങിപ്പോയോ മണ്ണാണ് ലാന്തും മര്യാദയ്ക്ക് ഒടുക്കത്തെ ട്രാഫിക്. ടോളിന്റെ വേണം കളയാ പാലിയക്കര പാലിയക്കര ടോൾ ഗേറ്റ് ആയി. ഇവിടെ ഭയങ്കര അടികളൊക്കെ നടക്കണ ടോൾ ഗേറ്റിലാണ് പറഞ്ഞത്. ഇതൊക്കെ സത്യം എന്ന് പറഞ്ഞോളൊക്കെ ആയി. ഞാനും കണ്ടിട്ടുണ്ട് കുറെ റീൽസൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ. തൊട്ട് ബാക്കിലൊരു സാധനമുണ്ട് കാണണ കണ്ട് നോക്ക്. എപ്പോഴും ബഹളം നടക്കുന്ന പാലിയക്കര ടോൾ ഗേറ്റ്. Slight left, signs of National Highway 544. 200 meters slight left. Slight left, signs for National Highway കാണാൻ 544. പറ്റുമ്പോ ഇനി 5 അവർ 2 മിനിറ്റ് ഉണ്ട് അവിടെ എത്താറായിട്ട്. അങ്ങോട്ട് പോയാൽ പാലക്കാട്. പാലക്കാട് ഗായ്സ്, പാലക്കാട് തമിഴ്നാട് കോയമ്പത്തൂർ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തിയിരിക്കുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ അമ്പലത്തിൻ്റെ നടയാണത്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് പോകുന്നതായിരിക്കും. അകത്ത് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ കഴിഞ്ഞ് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഇരിക്കുകയാണ് ഗായ്സ്. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തരാം. ഇപ്പോൾ മനസ്സിലാവും ഞങ്ങൾ എവിടെയാണ് ഇരിക്കണതെന്ന്. അപ്പോൾ നമുക്ക് കണ്ടാലോ. നല്ല വെയിലുണ്ട്. വെയിലത്ത് ഈ സാമാനം ഇട്ടുകൊണ്ട് എനിക്ക് നടക്കാൻ പോലും പറ്റില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ട് തൃശ്ശൂർ പൂരം. കഴിഞ്ഞ ആഴ്ച നടന്നേ ഉള്ളൂ തൃശ്ശൂർ പൂരം. ജസ്റ്റ് മിസ് ആയി. കഴിഞ്ഞ ആഴ്ച നടന്നേ ഉള്ളൂ. പൂരം മിസ്സായി. അതെ, പൂരം കാണാൻ വന്നിരുന്നെങ്കിൽ ഇവിടെ വരാൻ പറ്റൂലായിരുന്നു. പൂരം മിസ്സായി. അമ്പലത്തിൻ്റെ നട. അമ്പലമല്ലേ അളിയത്? അമ്പലമാണോ അത്? അമ്പലത്തിൻ്റെ നട വരെ വന്നു. നട കണ്ട് ഇനി 2 ഫോട്ടോ എടുത്തിട്ട് ഇവിടെ നിന്ന് സ്കൂട്ടാവണം ഗൈസ്. എനിക്കാണെങ്കിൽ ഇതിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിക്കും എന്താ നിനക്ക് വേറെ തുണിയൊന്നും ഇല്ലെന്ന്. ഗൈസ്, ആ തുണിയൊക്കെ ബാഗിൻ്റെ അടിയിലാണ്. ഏറ്റവും അടിയിലിട്ടിട്ടുണ്ടേ എടുക്കാൻ പറ്റൂല. ഇപ്പോൾ ഇവിടെ പബ്ലിക് പ്ലേസ് അല്ലേ.
ഇനി എന്ത് ചെയ്യേ, ഇനി കണ്ണൂർ പോകുമ്പോൾ ഇത് തന്നെ ഇതിട്ടേ പോകാൻ പറ്റുള്ളൂ. ഞാൻ അപ്പോൾ കാണിച്ചു തരാം, ബാക്ക് വ്യൂ കാണിച്ചു തരാം. ഇപ്പോഴും ഗൈസ് ഇതാണ് ഗ്രൗണ്ട്, പൂരം നടന്ന ഗ്രൗണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരു 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അധികം ആളൊന്നുമില്ല. ഞാനും മണിക്കുട്ടനും ഇനി ഞങ്ങളിവിടെ നിന്ന് തിരിക്കുകയാണ് ഗൈസ്. ഇനി 200 കിലോമീറ്ററേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കയറിയത്. ഇല്ലെങ്കിൽ മണിയെ കയറ്റാൻ വിടുകയായിരുന്നു, നേരെ വിട്ടാനെ. ഐസ്ക്രീം വാങ്ങണോ? എനിക്ക് വേണ്ട, ചോദിച്ചത്. എനിക്ക് ചുമയുണ്ട് രണ്ടാളെ. നല്ല വ്ളോഗ് എടുക്കണം, രണ്ട് പിള്ളേരിക്കണം, നോക്കാന്നില്ല. ഗൈസ് മണിക്കൂട്ട് ഐസ് വാങ്ങാൻ പോവേ. ഏതാ എനിക്കുണ്ടോ? കാണി തോന്നി ഇത് പ്രസന്നവരല്ല, ഇത് വേറെ എന്തോ. ഗൈസ് അവൻ കോണൈസ് വാങ്ങിച്ചു. എനിക്ക് ചുമയുണ്ട്, ഐസ്ക്രീം വാങ്ങിച്ചില്ല. ഞാൻ മണിക്കൂട്ടം മാത്രമായിരിക്കും ഐസ്ക്രീം വാങ്ങിച്ചോളൂ. ചുമക്കാൻ വയ്യ, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ടല്ലേ? അപ്പോൾ ഇനി അങ്ങോട്ട് ബൈക്കിന് അങ്ങോട്ട് പോകാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണ സമയം മതി ചേർത്ത് പോലിക്കാൻ. കണ്ടാ ഗൈസ്, എനിക്ക് പനി വരും കേട്ടാ. ആനപ്പിണ്ടം ഇവന് ആന വണ്ടി, ആന പിണ്ടം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ആന വണ്ടിയാണ് ഇഷ്ടം, ആനപ്പിണ്ടം ഇവനാണ് ഇഷ്ടം. ആനപ്പിണ്ടം ഇപ്പൊ ഇവല്ലേ വിളിച്ച് കാണിച്ചു തരണം. വണ്ടി തോന്നിക്കുന്ന കാണാൻ പറ്റില്ല, അടുത്ത് കാണിച്ചു. വെയിലല്ലടാ. വണ്ടി ഇവിടെ ഒതുക്കിട്ട് പൂരം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ. പൂരം കഴിച്ചിട്ടാണ് ആൾക്കാർ പൂരം നട കാണാൻ വന്നത്. അമ്പല നട ഇവിടെ വെച്ചാല് മറ്റേ ഇവിടെ എത്ര ആന വരും പറയാം. ഇവിടെ പൂരത്തിന് എത്ര ആന വരുമെന്ന് കമന്റ് ചെയ്യുക ഗൈസ്. പണിക്കൂട്ടം പറയും. അപ്പൊ ശരി, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഗൈസ്. എനിക്കിനി വെള്ളം കുടിക്കണം. ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനി കണ്ണൂർ പോയിട്ട് വയനാട് പോകുമ്പോഴാണ്. ബൈ. നമ്മളിവിടെ നിന്ന് തൃശ്ശൂർ പൂരം നടന്ന് അവിടെ ഇരിക്കുകയാണ്. നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറിയില്ല, പുറത്ത് നിന്ന് കവാടത്തിൽ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അതൊക്കെ കണ്ടു കാണും. നമ്മളിവിടെ വെച്ച് ഈ വീഡിയോ അവസാനിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോ പോണത് നമ്മൾ ഇനി കോഴിക്കോട് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ബാക്കി വീഡിയോ അടുത്ത വീട്ടിലായിരിക്കും. ഇത് കുറച്ചില്ല, എന്ത് കൂടി എന്നാണ് തോന്നുന്നത്. അപ്പം നല്ല വെയിലാണ്, നമുക്കിനി പോവാം. അപ്പോൾ ഓക്കെ ഗായ്സ്, ക്യാമറ ഒത്തില്ല.